Hello everyone and welcome back to my channel and welcome to our new home, Gulmohar. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ഹോം ടൂറായിട്ട് വന്നിരിക്കുകയാണ്. വീട് പണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇങ്ങനെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അത് അന്ന് ആ ട്രാക്കിലേക്ക് വരാൻ കുറച്ച് സമയം എടുത്തു. എന്തായാലും നമ്മുടെ വീട് അങ്ങനെ ഫൈനലി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹോം ടൂർ ചടപടയെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. മഴക്കാലമായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ചളികൾ വെള്ളമൊക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കണം. എനിവേസ് ഇതാണ് നമ്മുടെ കുട്ടി വീട്. എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു വീട് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളേറ്റവും അതിൻ്റെ A to Z കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഗുൽമോഹർ എന്നും ഒരു സ്പെഷ്യൽ തന്നെ ആയിരിക്കും. എല്ലാം സ്പെഷ്യലാണ്, എന്നാലും ഇത് കുറച്ചുകൂടി സ്പെഷ്യലാണ്. പിന്നെ ഗുൽമോഹർ എന്നുള്ള പേര് ഗുൽസുൻ്റെ ഗുല്ലാണല്ലോ, അപ്പോൾ വിചാരിച്ചു ഗുൽസു വന്നതിന് ശേഷമാണല്ലോ ഈ വീട് വന്നത്, അപ്പോൾ അതും ഗുല്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഗുൽമോഹർ. പിന്നെ എനിക്ക് ആ മരം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ അല്ല അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നെയിം ബോർഡിലുണ്ടല്ലേ അതിൻ്റെ പൂവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഇങ്ങനെ ടെക്നിക്കലി പറയാനൊന്നും അറിയില്ല. അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിനെ പറ്റി നമുക്ക് മുറ്റത്തുനിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ മുറ്റം. എനിക്ക് ആ ഗ്രീൻ എലമെൻറ്റ് വേണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ മെയിൻ കളേഴ്സ് ഗ്രീൻ, ബ്രൗൺ, യെല്ലോ ഒക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ ബ്രൗൺ ആൻഡ് ഗ്രീനൊക്കെ കുറച്ചൊരു ഈ കളർ ടോൺസാണ് അധികം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ മതിൽ നോക്കുക വെച്ചാൽ തന്നെ അതും കംപ്ലീറ്റ്ലി ആ ബ്രിക്ക്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്രിക്ക് കൊണ്ടുള്ള ഒരു മതിലാണ്. അതിലിങ്ങനെ ഓട്ടോ വെച്ച് ആ പഴയ ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ഒരുപാട് ചെടികളില്ല. ഇങ്ങനെ പ്ലമേറിയ, ഹെലിക്കോണിയ, പ്ലമേറിയ ഒന്നേ ഉള്ളൂ, ഹെലിക്കോണിയ, കലാത്തിയ, അങ്ങനെ 2 പ്ലാന്റ്സും. ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് തെച്ചിയും, അത് ഒരുപാടില്ല, കാണിക്കാൻ മാത്രം കുറച്ച് അതേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ലാൻഡ് മേടിക്കുമ്പോൾ തന്നെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു മാവും അതുപോലെ തന്നെ ഈ തെങ്ങുണ്ട്. ഈ തെങ്ങ് വേണമെങ്കിൽ നമുക്ക് തെങ്ങ് കയറി തേങ്ങയൊക്കെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ കയറാൻ പറ്റില്ല, ബട്ട് മതിൽ നിന്ന് നമുക്കൊക്കെ ഈസിലി എടുക്കാൻ പറ്റുട്ടോ. ഇതിനൊന്നൊരു പ്രസക്തി ഇല്ല എന്നറിയാം, എന്നാലും അപ്പോൾ പിന്നെ ഇത് കടപ്പക്കല്ലാണ് വിരിച്ചിരിക്കുന്നത്. ഇതൊന്നും സെപ്പറേറ്റ്ലി നമ്മൾ കാർ പാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ കാർ പാർക്കിംഗ് വരുമ്പോൾ ഇതിൻ്റെ വ്യൂ പകുതി കെട്ടാവും. ആകെ ഫ്രണ്ടിൽ ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പറയും, ഈ വീട് കെട്ടിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ ഉണ്ടായിരുന്നൊരു ഇമേജ് പോലെ തന്നെ ഈ വീട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ പണ്ട് വീട് എന്ന് പറഞ്ഞ് വരക്കില്ല, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ അതേപോലെ തന്നെ ഇല്ലേ കാണാൻ. ആ ഒരു സ്ട്രക്ചറിന് കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട് ഇത് ചെയ്തു തന്നത് പടവ് ഡിസൈൻ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് കേട്ടോ. നമ്മുടെ ഡിസൈനിങ്ങും ആർക്കിടെക്ചറൽ എന്തായാലും പറയുക, അതിൻ്റെ സ്ട്രക്ചറും പരിപാടികളും എല്ലാം അവരാണ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാണ് എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഈ വരാന്ത. ഈ വീട് കെട്ടുമ്പോൾ എന്താ പറയുക, നമ്മൾ ആദ്യം വിചാരിച്ചിട്ടാണ് നമുക്ക് നല്ല വിശാലമായ വരാന്ത വേണമെന്ന്. എൻ്റെ അമ്മയ്ക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു, കാരണം പട്ടി നായ്ക്കൾ എല്ലാവരും പറഞ്ഞേ ഉള്ളൂ ഇതാ പോണു ടീം. അപ്പോൾ ഒരുപാട് അവരൊക്കെ കയറി കടന്ന് ചളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ പിടിവാശിലൊന്നും സാരില്ല, എന്തായാലും വരാന്ത വേണമെന്ന്. അങ്ങനെ ഒരു നിവർന്ന വരാന്ത നമുക്ക് ഒരു L ഷേപ്പിൽ ഉണ്ട് കേട്ടോ വീടിൻ്റെ. പിന്നെ അതിന് അങ്ങോട്ട് പോണതിന് മുന്നേ ഉണ്ടോ, ഇതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കോളിംഗ് ബെല്ലിന് പകരം ഈ ബെല്ല് കൊടുക്കണമെന്ന്. ഓക്കെ, സോ വരാന്ത. തൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കരിമ്പനയുടെ തൂണാണ്. നമ്മുടെ ആർക്കിടെക്റ്റ് ചെയ്ത ഒരു പ്രീവിയസ് പ്രോജക്റ്റിൽ അവർ ഈ എലമെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു എന്താ അതിന് പറയുക, ഫാം ഹൗസിൽ ഈ കരിമ്പനയുടെ തൂണുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെന്തായാലും കയ്യോടെ ഇത് നമ്മുടെ വീടിനും പൊക്കാം എന്ന് വിചാരിച്ചിട്ട് കരിമ്പനയുടെ തൂണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിന്ന് അകത്തേക്ക് പോയാലോ, അല്ലേ? ഉള്ളിൽ പോവാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഗുൽമോഹർ. വലത് കാല് വെച്ച് കയറാം. അയ്യോ, യെസ്, വരൂ. ഇങ്ങനെ ഡബിൾ ഡോർ വേണമെന്നും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ച് ഡബിൾ ഡോറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അകത്തേക്ക് വരും.
അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു എനിക്ക് ഒരുപാട് ഫർണിച്ചേഴ്സ് വേണ്ട എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ സ്ഥിരം താമസമില്ലെങ്കിലും നമുക്ക് ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ സാധനങ്ങൾ ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, എന്നാൽ എല്ലാവർക്കും ഇരിക്കാനും പറ്റണം. എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും കൂടുമ്പോഴൊക്കെ എല്ലാവർക്കും ലാവിഷായി ഇരിക്കാനും പറ്റണം. അപ്പം അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്നാൽ ഇങ്ങനത്തെ തിണ്ണകൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബേ വിൻഡോസ് ഉണ്ട്, ഈ സൈഡിൽ ഒരു ബേ വിൻഡോ ഉണ്ട്. ഇതിനെ ബേ വിൻഡോ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് മോർ ലൈക്ക് തിണ്ണ, നമ്മുടെ പണ്ടത്തെ തിണ്ണ എന്നൊക്കെ പറയില്ല, ആ ഒരു കോൺസെപ്റ്റാണ്. സുഖമായിട്ടൊരു 5-6 പേർക്ക് 6-7 പേർക്ക് ഈസിലി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. വേണമെങ്കിൽ കിടക്കും ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് വീതി കുറവാണ്, ബട്ട് ഇവിടെ നല്ല വീതിയുണ്ട്, ഇവിടെ സുഖമായി കിടക്കാം. ഇതൊരു ബേ വിൻഡോ പോലെ തന്നെയാണ്. നമുക്കിവിടെ ഒരു കോർട്ട്യാർഡ്, ആ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ആണ് ഇവിടെ. ഞാൻ ഇപ്പോൾ രാത്രി എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാത്തിൻ്റെയും ഞാൻ പകൽ വ്യൂവും ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മഴ ഇല്ലാത്തൊരു സമയം നോക്കി എടുത്തതാണ്, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും മഴയുടെ. ഓക്കെ, ആൻഡ് പിന്നുള്ളത് നമുക്കിതാ ഈ ഒരു ടി വി സ്റ്റാൻഡ് പോലത്തെ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നതിന് എന്താ പറയുക, എനിക്ക് ടി വി കൺസോൾ എന്താ അതിന് പറയുകയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഫേർണിച്ചേഴ്സ് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഓറബെൽ എന്ന് പറഞ്ഞിട്ടുള്ള എറണാകുളത്തെ ഒരു ടീം ചെയ്ത് തന്നാണ് കേട്ടോ. നമ്മൾ പിൻട്രസ്റ്റിൽ പറഞ്ഞു കൊടുത്ത അതേപോലെ ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാ ഫേർണിച്ചേഴ്സും. ഇതിന് ടീപ്പോയ് എന്ന് ചിലർ പറയും, കോഫി ടേബിൾ എന്ന് പറയും, സെൻറ്റർ ടേബിൾ എന്ന് പറയും, എന്തും പറയാം. ഇങ്ങനെ ഇതും വളരെ ഒരു ക്യൂട്ട് എന്നാൽ വെരി പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു കോഫി ടേബിൾ, ടീപ്പോയ് എന്താ വെച്ചാൽ പറയാം. ആൻഡ് ഇതാണ് നമ്മുടെ കൗച്ച്, സോഫ, സിറ്റിംഗ് ഏരിയ എന്ന് പറയാം. സിറ്റിംഗ് ഏരിയയോ സിറ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതും ഓറബെൽ തന്നെയാണ് ചെയ്തത്. ഇതെല്ലാം തേക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ടീക്കൂഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എല്ലാത്തിലും ഈ ഒരു കെയിൻ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതാ ഈ സാധനം ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ കാര്യങ്ങൾ. ഇപ്പം എല്ലാ ഈ പഴയ സംഭവങ്ങൾ ഇപ്പോഴും വീണ്ടും ഫാഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പഴമയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഒറ്റപ്പാലത്തായതുകൊണ്ട് എന്താ പറയുക, വേനൽക്കാലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഹാളും കിച്ചനും ഒക്കെ ചെറിയ സ്പേസ് തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒറ്റൊരു AC വെച്ചാൽ തന്നെ എല്ലാവിടേക്കും തണുപ്പെത്തും. ആകെ ഇത്ര ഏരിയയല്ലേ ഉള്ളൂ. സുഖമായിട്ട് ഇവിടെ അതും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഫെബ്രുവരി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം നേരെ പാടവും മലയാണ്, നല്ല സുഖം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. കേട്ടോ, ലിവിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡൈനിങ് എത്തി, ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് സ്പേസാണിത്. ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയാം. ഇങ്ങനത്തെ ഒരു ഹൈ ചെയർ, ബാർ ചെയറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കയറിയിരിക്കാം. യെസ്, ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമുണ്ണണ സ്ഥലം. അപ്പം ഞാൻ വിചാരിച്ചു എന്തിന് ഈ ഡൈനിങ് ടേബിളിനൊക്കെ ഇത്രയും സ്ഥലം കളയുന്നത്, നമ്മളിപ്പോൾ പലപ്പോഴും വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ അതിനായിട്ടൊരു സ്പേസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് വാഷ് ബേസിനും വരുന്നത് കേട്ടോ. വാഷ് ബേസിന് അപ്പോൾ ഇങ്ങനെ വേറൊരു സ്പേസ് ഇതിന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫാൻസി ഡിസൈനർ വാഷ് ബേസിനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാസിൻ്റെ പോലത്തതാണ്. ഇപ്പോൾ എല്ലാവർക്കും തന്നെ മുകളിൽ കയറിയിരിക്കാൻ പറ്റുമല്ലോ. എൻ്റെ അമ്മയ്ക്കൊക്കെ കയറിയിരിക്കാൻ പറ്റും, പക്ഷെ പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാൻ മറന്നുപോയ ഇറങ്ങിക്കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അമ്മയ്ക്ക് ചെറിയൊരു ചെയർ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണ്ടോ, ലിവിങ് കഴിഞ്ഞ് ഇതാ കിച്ചൺ എത്തി. കിച്ചനെ പറ്റി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീമാണ്. ഇതെൻ്റെ ഐഡിയ കേട്ടോ. ഇതുണ്ട്, എനിക്ക് പിൻട്രസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു ഇങ്ങനെ ഈ ഒരു തമിഴ് സ്റ്റൈൽ പോലെ ഇങ്ങനത്തെ പഴയ പാത്രം ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ പിച്ചള പാത്രമോ ചെമ്പ് പാത്രം എന്തായാലും പറയാം, ചെമ്പല്ല പിച്ചളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഫ്ലോറിങ്, എല്ലാവരും ഇപ്പോൾ വീട്ടിൽ വന്നവരെല്ലാവരും ഫസ്റ്റ് പറയുക അടിപൊളിയായിട്ടുണ്ടല്ലോ ഫ്ലോറിങ് എന്നാണ്. എനിക്ക് ആത്തൻകുടി ടൈൽസ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ആത്തൻകുടി ടൈൽസിന് ഈ അടച്ചിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കുറേ സ്ഥലത്ത് ഞാൻ കേട്ടു. നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ എന്നും മൂവ് ചെയ്ത് തുടച്ചില്ല, അത് തുടയ്ക്കും തോറും അത്ര ഭംഗി വരിക. അപ്പോൾ നമ്മൾ ഈ ഫർണിച്ചറൊക്കെ മൂവ് തുടച്ചില്ലെങ്കിൽ അവിടെയൊക്കെ പാട് വരിക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആത്തൻകുടി ടൈൽസിനെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആത്തൻകുടിയുടെ ഒരു റെപ്ലിക്ക പോലെയുള്ള നോർമൽ വെട്രിഫൈഡ് ടൈൽസാണിത്. ഇത് നമുക്ക് ജുൽഫാർ
ടൈൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലത്തൂരിൽ നിന്ന് എടുത്താൽ കേട്ടോ. അയ്യോ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിരുന്നു ഇന്ന ടൈല് വേണം എന്നൊക്കെ. അപ്പോൾ പുറത്തിട്ട ടൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കിച്ചൻ്റെ ടൈൽസ് ആയാലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനൊരു സെപ്പറേറ്റ് ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. സത്യം പറഞ്ഞാൽ തേസേൻ്റെ ഐഡിയ ആയിരുന്നു. ബോർഡർ കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കുന്നു. അങ്ങനെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മുടെ കേർട്ടൻസ് കണ്ടില്ലേ എങ്ങനെയുണ്ട്? വാഴ കൊല, അതിൻ്റെ മാന്നി എന്നാണ് ഇവിടെ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. ഈ പിങ്ക് സാധനത്തിന് ഇത് ഡെക്കോ ഡയറി ബൈ മിനീഷ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥലത്ത് നിന്ന് എടുത്താട്ടോ. നല്ല അതൊരു രസമില്ലേ, ഒരു എസ്തെറ്റിക്കലി പ്രിട്ടി ആയിട്ടുള്ളൊരു കേർട്ടനാണ്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് സ്ഥലം. എല്ലാം ഞാൻ മോസ്റ്റ് ഫേവററ്റ് സ്ഥലം എന്ന് പറയുന്നില്ല. അപ്പോൾ എനിക്ക് തമിഴ് കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പാട്ട്, ഇഷ്ടമാണ് തമിഴ് മൂവി, ഇഷ്ടമാണ് തമിഴ് ആൾക്കാരെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കോലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എലമെൻ്റാണ്. എന്താ എൻ്റെ ക്യാമറാമാനും എന്തൊക്കെ എക്സ്പ്രഷൻ ഇടണം, പൂജ എന്നിട്ട് വീഡിയോ എടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കോലം എന്ന് പറയുന്നത്. അപ്പോൾ ആ എലമെൻ്റ് ഈ വീട്ടിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ കോലത്തിൻ്റെ ഒരു വോൾ തന്നെ വന്നിരിക്കുകയാണ്. ആൻഡ് ഇത് ചെന്നപ്പട്ന ടോയ് എന്ന് പറയും, മൈസൂർ ഡോൾ. എൻ്റെ മൈസൂർ വ്ളോഗ് കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ നല്ലത് മേടിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് മേടിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു രസത്തിൽ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളി ചെന്നപ്പട്ന ഡോൾസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത്. അതിൽ എൻ്റെ മകള് ഐശ്വര്യമായിട്ട് ഒരു സിഗ്നേച്ചർ തന്നിട്ടുണ്ട്. ആളുടെ ഒരു ചെന്നപ്പട്ന ടോയ് ഉണ്ട്, ശരിയാ, അവിടുന്ന് മേടിച്ച ഒരു ടോയ് ഉണ്ട്. ആ സാധനം വെച്ച് ഒന്ന് കുത്തിയതാണ്. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ ആർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആർക്കിടെക്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിപ്പിച്ചാട്ടോ. ഓക്കെ, അതിൻ്റെ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനത്തെ ഒരു ആൻറ്റീക് ടച്ചുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്ടിലെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇതാണ് നമ്മുടെ കോർട്ട്യാർഡ്. നമ്മുടെ മെയിൻ കോർട്ട്യാർഡാണിത്. സോ ഒരു ഈവനിങ് ടൈം വ്യൂ ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് നമ്മുടെ കോർട്ട്യാർഡ് മാത്രമല്ല നമ്മുടെ പൂജാ റൂമും ഇവിടെയാണ് കേട്ടോ. പൂജാ റൂം എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ നല്ല ഓപ്പൺ എയർ കൊണ്ട് മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കാരണം നമുക്ക് മഴ നനഞ്ഞാൽ പ്രശ്നമില്ലാത്ത, വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ തുറന്നാൽ നമുക്ക് വ്യൂ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പകൽ വ്യൂ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. മഴ പെയ്താൽ അതിലേറെ രസമാണ്. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ എന്താ പറയുക കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല. ഞങ്ങൾ വിചാരിച്ചു നോക്കി നോക്കാം, ഇവിടെ താമസിച്ച് നോക്കാം, ഇതിന്ന് എന്തൊക്കെ പ്രോബ്ലംസാണ് വരണം. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരിക വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയും കടപ്പക്കല്ലാണ് ചുറ്റും കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ ഒരു പെബിൾസും റിവർ പെബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ ആഗ്രഹം ഇവിടെ ഒരു പ്ലാന്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ പുല്ലൊക്കെ വിരിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ അതിൽ കുറേ ഫ്ലോപ്പ് ആവലൊക്കെ ഉണ്ടായി. ഈ ട്രയൽ ആൻഡ് എറർ പോലെയാണല്ലോ വീട് പണിയും. അങ്ങനെയല്ല, മുഴുവനല്ല, എന്നാലും ചെറിയ എലിമെൻറ്റ്സ് അങ്ങനെയാണല്ലോ. നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയില്ല. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്തുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ കല്ലെന്നെ ആക്കി. അപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളത് നനയ്ക്കാൻ നിൽക്കണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. സോ അതും എന്തായാലും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് നല്ല രസം. ഇതിന് വേറൊരു ഫീലുണ്ട്. വെള്ളം നിറയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല നല്ല സ്വിമ്മിങ് പൂൾ പോലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. സോ അത് നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ
കോർട്ട്യാർഡ്. അവിടെയും കോലത്തിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോലം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഇതാണ്. സോ അവിടെയും കോലത്തിൻ്റെ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന രണ്ടെണ്ണമാണ് നമ്മുടെ ബെഡ്റൂമുകൾ. കണ്ടോ, ഒരു കൈ കൊണ്ട് ഈ ബെഡ്റൂം തുറക്കാം, ഒരു കൈ കൊണ്ട് ഈ ബെഡ്റൂം തുറക്കാം. ആ രീതിയിൽ പോകണം, ഇതിൽ പോവാം. ഓക്കെ, സോ ഇത് അമ്മയുടെ റൂമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇവിടുത്തെ ഏറ്റവും വലിയ റൂമാണ്. 2 റൂമേ ഉള്ളൂ, അതിലെ ഏറ്റവും വലിയ റൂമാണിത്. ഇവിടെ എല്ലാം ഹൈ സീലിംഗ് ആട്ടോ. നമ്മൾ വേറെ എന്താ പറയുക, ഫോൾ സീലിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഓട് വെച്ച് അതിൻ്റെ താഴെ ഈ ടൈൽ കൊണ്ട് അതിനെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ പ്രീവിയസ് പ്രോജക്റ്റ് കണ്ട് നമ്മൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിൽ. കോട്ട എങ്ങനെയുണ്ട്, നല്ല രസമില്ല. ഇതും കെയിൻ വർക്ക് വരുന്നതാണ്, ടീക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്, ഓറബിൾ ചെയ്തതാണ്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഈ ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കൊടുക്കണം, പ്ലെയിൻ വാൾ അല്ലാണ്ട്. എന്നാൽ കുറേ ഫോട്ടോയും ഇതൊന്നും ഹാങ് ചെയ്ത് വെറുതെ പൊടി തട്ടാൻ ഇടവരുത്തരുതെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് എക്സ്പോസ്ഡ് ആയിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക്, ഇതിനെന്താ ഇതിന് ടെക്നിക്കലി പറയാൻ എനിക്കറിയില്ല. ഇതൊരു സിമെൻറ്റ് ടെക്സ്ചറാണ് കേട്ടോ. എനിക്ക് ബ്രിക്ക് ക്ലാഡിങ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഒരു സ്ഥലത്ത് ബ്രിക്ക് ക്ലാഡിങ് കൊടുത്തു. ഇതപ്പോൾ ആർക്കിടെക്ചറിന് ഒരെണ്ണം നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. ഇതെന്താ അടച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ വാർഡ്രോബ്. ഇങ്ങനെ 4 ഡോർസ് ഉള്ളതാണ്, തുറക്കുന്നില്ല, അലങ്കോലമായി കിടക്കുകയാണ്. ഇതിലും കെയിനിൻ്റെ ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെ സുധീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടുന്ന് ചെയ്തു തന്നാ കേട്ടോ. ഇത് നമ്മൾ വെനിയർ വെച്ചിട്ട് അങ്ങനെ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വുഡൻ ആ ഒരു ഫീൽ തന്നെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ വാർഡ്രോബ് ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഇവിടെ ഒരു ടേബിളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും അയൺ ചെയ്യണമെങ്കിൽ നമുക്ക് വല്ല തുണി വെച്ച് അയൺ ചെയ്യാം, എന്തെങ്കിലും പഠിക്കണമെങ്കിൽ എഴുതണമെങ്കിൽ എന്തിനെങ്കിലും ഒരു ടേബിൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനൊരു ടേബിളും ചെയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ആൻഡ് ഒരു ഫുൾ മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവണമൊക്കെ നോക്കിയിട്ട് ആസ്വദിക്കാൻ പറ്റും. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ്. ആൻഡ് ഇവിടെ ഉണ്ട് ബാത്റൂം, കാണിച്ചു തരാം. അതാ ഇത് ഇത്ര എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വാഷ്റൂം നമ്പർ 1. 2 ബാത്റൂം ഉള്ളൂ. ഈ ടൈലിന് വേണ്ടി കുറേ അലിഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് ടെറാസോ എന്നാണ്. ഈ ഒരു ചിപ്പ് സൈസ് തന്നെ വേണം എന്ന് വാശി പിടിച്ചിട്ട് നമ്മൾ നടന്നു. ആക്ച്വലി ഒരെണ്ണയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടു, നല്ല കിടിലൻ ടൈലായിരുന്നു. പക്ഷെ അത് വൻ എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം അത്രയ്ക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ടെറാസോയിൽ ഫൈനലൈസ് ചെയ്തു. നമ്മൾ ഹെൽപ്പ് ചെയ്ത് അസീം ചേട്ടനാണ്, നമ്മുടെ ജുൽഫാറിലെ. അപ്പോൾ പിന്നെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഇതിൽ കൊടുത്തു. മറ്റേ ബാത്റൂമിൽ വേറൊരു കളറാണ്. ഇതാണ് ബാത്റൂം. ഇഷ്ടമായോ? ഓക്കെ. ആക്ച്വലി ഈ ഡോറ് റെഡ് കളർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഓക്കെ, ഇത് കാണുന്നത്. ഈ ബാത്റൂം ഡോർ എനിക്ക് റെഡ് കളർ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് ഈ എന്തായാലും പറയുക WPCയോ അങ്ങനെ എന്തോ ആ മെറ്റീരിയലിന് പറയുക. അപ്പോൾ ആ മെറ്റീരിയൽ നമുക്ക് കട്ടലയും കൂടി അങ്ങനെ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല, സ്പ്രേ പെയിൻറ് ചെയ്യാൻ പറ്റില്ല. പറ്റുമായിരിക്കും തോന്നുന്നു. പിന്നെ ഞങ്ങൾ റിസ്ക് എടുത്തില്ല, ഈ വൈറ്റിൽ തന്നെ വെച്ച് അങ്ങോട്ട് സമാധാനിച്ചു. ഇനി അടുത്തത്, യെസ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയപ്പെടുന്നത്. ആകെ 2 റൂമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാനും ദേവസായിട്ടും ഗുൽസും അടിച്ചു മാറ്റിയ റൂം. കാരണം ഇതിൽ ബേ വിൻഡോ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. ഈ ബേ വിൻഡോന്ന് നമുക്കുള്ള വ്യൂ എന്താണെന്നറിയോ? ഇരുട്ടല്ല, ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അയ്യോ. പക്ഷെ ഇതിൻ്റെ വ്യൂ ഇല്ലേ, ഭയങ്കര വ്യൂ ആണ്. ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ. ഇന്നലെ പെയ്ത മഴയിൽ കുളത്തിലെ വെള്ളം നല്ലോണം കലങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുളം ഇങ്ങനെയല്ല എന്ന് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ കാരണം കൊണ്ട് ഇനിയും ഹോം ടൂർ മാറ്റി വെച്ചാൽ അത് ഒരുപാട് ഡിലേ ആവുന്നുള്ളതുകൊണ്ടാണ് ഈ കലക്ക വെള്ളത്തിലും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പകൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും നമ്മുടെ ബെഡ്റൂം എന്നുള്ളത് കേട്ടോ. പക്ഷെ പകലെടുക്കാൻ എനിക്ക് നിർവാഹമില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, പകലെടുത്ത ഇവിടുത്തെ ഈ വോം ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയും അതൊന്നും കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സമയത്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും സെയിം ബെഡ് കോട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ അവിടുത്തെ ആ ഒരു സിമെൻറ്റ് ടെക്സ്ചറിന് പകരം ഇവിടെ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നമുക്കൊരു സീക്രട്ട് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മിറർ അല്ലേ, ഫുൾ സൈസ് മിറർ നമുക്ക് റെഡി ആവാം. നേരത്തെ പോലെ ഇങ്ങനെ നോക്കാം.
അതുകൂടാതെ ഇതൊരു പ്രൈവറ്റ് കോർട്ട്യാർഡാണ്. യെസ്, ദിസ് ഇസ് അവർ പ്രൈവറ്റ് കോർട്ട്യാർഡ്. കണ്ടോ, രാത്രി വ്യൂ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് ഈ ജനലുകൾക്കപ്പുറം കുളമാണ്. ഇപ്പം രാവിലെ നല്ല രസമാണ്, മഴ പെയ്യുമ്പോൾ നല്ല രസമാണ്. നമുക്ക് ഈ ജനലുകൾ തുറന്നു കഴിഞ്ഞാൽ കുളമാണ് കാണുക. ആ വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം. കുളം തൊട്ടടുത്തുള്ളപ്പോൾ അത് ഉപയോഗിക്കണമല്ലോ. ഇതൊക്കെ അവരുടെ ഐഡിയ ആണ് കേട്ടോ, പടവ് ചേട്ടൻ്റെ ഐഡിയ ആണ് ഇതൊക്കെ. റൈറ്റ്, അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം. ആൻഡ് ഇവിടെ ഇതാ വാർഡ്രോബ്, സെയിം വാർഡ്രോബ്. അപ്പുറത്ത് ഡ്രസ്സിങ് ടേബിളും സംഭവം ഉണ്ട്. അത് പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തരില്ല, കാരണം അവിടെയാണ് ഞാൻ പുതുതായി തുടങ്ങാൻ പോകുന്ന എൻ്റെ ഒരു പരിപാടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അനൗൺസ് ചെയ്തു. കണ്ടിട്ടില്ലാത്തവർ ഇൻസ്റ്റാഗ്രാം പോയി നോക്കൂ. അപ്പോൾ ആ സംഭവത്തിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. സോ എനിക്കിപ്പോൾ ആ സൈഡ് കാണിച്ചു തരാൻ പറ്റില്ല, ബട്ട് ഞാൻ എൻ്റെ ബാത്റൂം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. കണ്ടോ, സെയിം തന്നെ ടെറാസോ ടൈൽസ് ആണ്, പക്ഷേ ഇവിടുത്തെ കളർ കോമ്പിനേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ടൈലിൻ്റെ കളർ കുറച്ചുകൂടി നമുക്കിവിടെ സ്പേസ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ഇവിടെ നമുക്കുള്ള എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നാൽ നമ്മുടെ കോർട്ട്യാർഡാണ് കാണുക. ഓക്കെ, സോ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കിങ്ങനെ കോർട്ട്യാർഡിലേക്ക് നോക്കിയിരിക്കാം. വേണമെങ്കിൽ ഇത് തുറക്കാം, തുറക്കാനും പറ്റുമായിരിക്കും. എൻ്റെ കറക്റ്റ് തുറന്നിട്ട് ഇങ്ങനെ പോവാം, എന്താണെങ്കിൽ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടുത്തെ കാര്യം. യെസ്, പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഈ കിച്ചൻ്റെ സൈഡിലുള്ള ഇത് ഒരു ബ്രിക്ക് ക്ലാഡിങ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിലിങ്ങനെ ഒരു ബാംബൂവിൻ്റെ ആർട്ട് വർക്കാണ് ഇത് കേട്ടോ, ഓരോ മുഖങ്ങൾ. എൻ്റെ അർത്ഥമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, നല്ല രസമല്ലേ ഇതിലേക്ക് ഒരു ഭംഗി തോന്നി. ഞാൻ ആദ്യം ഫോട്ടോ ഫ്രെയിം എന്നൊക്കെ ഞാൻ ആക്ച്വലി അവിടെ വിചാരിച്ച്, പക്ഷെ ഫോട്ടോ ഫ്രെയിം ഭയങ്കര കോമൺ അല്ലേ എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വേണ്ട, അത് വേണ്ടപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമ്മൾ ഓൾറെഡി ഫോട്ടോ ഫ്രെയിം സ്വന്തമല്ല എന്നാലും ഫോട്ടോ ഫ്രെയിം എനിക്ക് കൊടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിചാരിച്ച് ഇവിടെ ഫോട്ടോ ഫ്രെയിം വേണ്ട, ഇങ്ങനെ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് പരിപാടികൾ കൊടുക്കാച്ചിട്ടാണ് ചന്നപ്പട്ടണ ടോയ്സും ഇതും കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫാൻ കണ്ടോ, ഈ ഫാൻ നമ്മൾ നോക്കിയെടുത്താണ്. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ നോർമൽ ഫാൻ കൊടുത്താൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഫാനായിരിക്കും നമ്മുടെ മൊത്തത്തിൽ ഈ ഒരു ഇൻറ്റീരിയറിന് മാച്ച് ആയിട്ടുള്ളത്. ഞാൻ എന്ത് വേണമെങ്കിൽ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫാനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കണ്ട ഒരു ലുക്കില്ല, ഐ മീൻ ഒരു വലിപ്പമില്ല എന്നുള്ളൂ. അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉള്ള ഫാനാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ഒരു തവണ 2 തവണ ഞങ്ങളുടെ ബെഡ്റൂമിലും ഇതുണ്ട്. ഞാനിപ്പോൾ കാണിക്കാത്ത എന്താ വെച്ചാൽ ഈ സാധനം ഊരിപ്പോന്നു ചെറുതായിട്ട്. അപ്പം ഇനി അത് അവർ തിരിച്ച് അതിനെന്തോ ഒരു മാനുഫാക്ചറിങ് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ട് ഇപ്പോൾ അവരത് റീപ്ലേസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ. സ്വിങ്ങിയൊക്കെ ചെയ്യട്ടോ, കണ്ടോ. അപ്പോൾ വീടത്രേ ഉള്ളൂ. ഇനിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഞങ്ങൾക്ക്. ആക്ച്വലി വർക്ക് ഏരിയ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നില്ല, പിന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ വീടായിട്ടൊരു ബന്ധമില്ലാണ്ട് കുറച്ച് അപ്പുറത്താണ് വർക്ക് ഏരിയ. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ രാത്രി ഹോം ടൂർ ചെയ്യണ ആദ്യത്തെ ആളായിരിക്കും ഞാൻ. ശരിക്കും എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു അറിയോ, ഇവിടെ ഒരു അടുപ്പ് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അടുപ്പ് കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞല്ല വർക്ക് ഏരിയ, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാത്രം കഴുകാം, എന്നിട്ട് ഇവിടെ അടുപ്പ് കൊടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ അതിന് കുറച്ച് ചിമ്മിനി കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ മതി എന്ന് വിചാരിച്ചു. ആക്ച്വലി ഇവിടെ ഒരു സ്റ്റൗ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യൽ, കുറച്ച് അധികം ചളിയാവുന്ന പരിപാടികൾ അവിടെ കേടുവരുത്താതെ, ചളിയല്ല എണ്ണയാവുന്ന പരിപാടികൾ ഇവിടെ ചെയ്യായിരുന്നു. അറിയില്ല, നോക്കാം, അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വാഷിംഗ് മെഷീനും ഉണ്ട്. ഇത്രേ ഉള്ളൂ.
ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഇട്ടിരിക്കട്ടെ, ആ ഒരു സിമെൻറ്റിൻ്റെ സ്ലാബിന് ഇങ്ങനെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ കുളവും ഇതൊക്കെയാണ് വ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ഹോം ടൂർ. സത്യം പറഞ്ഞാൽ ഗുൽമോഹർ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു ഗിഫ്റ്റാണ്. നമ്മുടെ ഒരു കാർ കോൺവെർസേഷനിൽ നിന്ന് വന്നൊരു വീടാണിത്. ഞാനത് പാലുകാച്ചൽ വീഡിയോയിലും പറഞ്ഞിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു വീടാണ്. അപ്പോൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വെരി ഗ്രേറ്റ്ഫുൾ, ദൈവത്തിനോട് നന്ദി. പിന്നെ എല്ലാ സമയവും കറക്റ്റ് ഒത്തു വന്നപ്പോൾ ഗുൽമോഹർ സംഭവിച്ചു. തേജസ്സേട്ടന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മൂപ്പര് എക്സാംസ് ആയിട്ട് അവിടെ ബിസിയാണ്. പിന്നെ ഗുൽനൂറിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നു ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയൊരു സംരംഭമാണ് ഗുൽനൂർ. അല്ലെ, ഗുൽസു എന്ന് തുടങ്ങി ഗുൽമോഹറിലെത്തി, ഇപ്പോൾ അതാ ഗുൽനൂറും വന്നിരിക്കുകയാണ്, വരാൻ പോകണം. അപ്പോൾ ഉടനെ തന്നെ ഗുൽനൂറിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗുൽസുവിനെ ഉൾപ്പെടുത്താഞ്ഞത് പിന്നെ വീഡിയോ ഒന്നും നടക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഗുൽസുവും വളരെ ഹാപ്പിയാണ്, ഇവിടെ ഓടിക്കളിച്ച് നടക്കണു. ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ആരുടെയെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത് പാലക്കാട് ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്കിടിയുള്ള ടീമാണ്. അവരാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തത് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറയണു. ഇത് ഞങ്ങൾക്ക് എന്താ പറയാമെന്നറിയില്ല. ഓക്കെ, എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുൽനൂറിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം, ഗുൽമോഹറിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.